പലസ്തീൻ അനുകൂല ബാനർ ഉയർത്തിയതിന് പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാല അധികൃതർ ഫുട്ബോൾ മത്സരം നിർത്തിവെപ്പിച്ചു. വിദ്യാർത്ഥി യൂണിയൻ സംഘടിപ്പിച്ച മത്സരമാണ് നിർത്തിവെപ്പിച്ചത്. കെ വി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ശ്രീധരൻ, ആരാണ് ഈ പതാക ഉയർത്തിയത്? എന്തായിരുന്നു ശരിക്കും അവിടെ സംഭവിച്ചത്? ഇത് എപ്പോഴാണ് നടന്നത്? കഴിഞ്ഞ ദിവസമാണ് പോണ്ടിച്ചേരി സർവകലാശാല വിദ്യാർത്ഥി യൂണിയന്റെ നേതൃത്വത്തിൽ ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചത്. ഇത് നടക്കുന്നതിനിടയിൽ പകുതി സമയം ഹാഫ് ടൈം പിന്നിട്ടപ്പോൾ ആ ഇടവേളയിൽ ചില വിദ്യാർത്ഥികൾ അവിടെ പലസ്തീൻ അനുകൂല ബാനറുകൾ ഉയർത്തി. ഉടൻ തന്നെ അധ്യാപകരെത്തി ഇതൊന്നും ഇവിടെ നടക്കില്ല എന്ന് പറഞ്ഞ് വിദ്യാർത്ഥികളുമായി തർക്കത്തിലായി. തുടർന്ന് സ്റ്റേഡിയത്തിലെ ലൈറ്റ് മുഴുവൻ ഓഫ് ചെയ്ത് മത്സരം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഏതായാലും രാത്രിയിലായിരുന്നു മത്സരം നടത്തിയിരുന്നത്. ഇതിനെ ചൊല്ലി വിദ്യാർത്ഥികളും അധ്യാപകരും സർവകലാശാല അധികൃതരും വലിയ വാക്തർക്കത്തിൽ ഏർപ്പെടുകയും ചെയ്തു. പുലർച്ചെ ഏതാണ്ട് 3:30 വരെ ഇങ്ങനെ തർക്കം തുടർന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത്. ഏതായാലും വിദ്യാർത്ഥി യൂണിയൻ ഇപ്പോൾ ഇത് സംബന്ധിച്ചൊരു പ്രസ്താവനയ്ക്ക് ഇറക്കിയിട്ടുണ്ട്. ഈ മത്സരം നിർത്തിവെച്ച മത്സരം മറ്റൊരു ദിവസം നടത്തുമെന്നുള്ളതാണ് സർവകലാശാല അധികൃതർ അറിയിക്കുന്നത്. ഏതായാലും തിങ്കളാഴ്ച ഈ പലസ്തീൻ അനുകൂല ഒരു മാർച്ച് സംഘടിപ്പിക്കുന്ന നടപടികളൊക്കെ ആലോചനയിൽ ഉണ്ടായിരുന്നു. അതിന്റെയൊക്കെ ഭാഗമായിട്ട് അതിന്റെ പ്രചാരണാർത്ഥം ഇങ്ങനെ ഒരു ബാനർ ഉയർത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇതിനെതിരെ സർവകലാശാല അധികൃതർ കൃത്യമായിട്ടുള്ള കർശന നടപടിയുമായി മുന്നോട്ട് വന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും വിദ്യാർത്ഥികളും വലിയ ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.